നിന്നെ സമ്മതിക്കണം. നിന്റെ മൾട്ടി ടാസ്കിങ് സ്കില്ല് അപാരം തന്നെ. നീ എന്തൊക്കെ കാര്യങ്ങളാണ് ഒറ്റ ടൈമിൽ ഹാൻഡിൽ ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു, അതും കൺസിസ്റ്റന്റ് ആയിട്ട്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടാറുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി ടാസ്കിങ്ങിൽ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല ഞാൻ. നിങ്ങളിപ്പോൾ കാണുന്നത് അതിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷനാണ്. ഈ വേർഷൻ എനിക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ചിരട്ടയെ നാഴിയും പോലെ 2 പിള്ളേരും, വർക്കിംഗ് ആയിട്ടുള്ള പാരന്റ്സും, അതുപോലെ തന്നെ നോ ഹൗസ് ഹോൾഡ് ഹെൽപ്പ്, നോ സപ്പോർട്ടിംഗ് സിസ്റ്റം, നത്തിങ്. അന്ന് രാവിലെ 9 മണിക്ക് ലോഗിൻ ചെയ്താൽ രാത്രി 2 മണി ആവട്ടോ ഞാൻ ലോഗ് ഓഫ് ചെയ്യണം. അത്രയ്ക്കും വർക്ക് ഉണ്ടായിരുന്നു. പോരാത്തിന് സാറ്റർഡേയും വർക്ക് ചെയ്യണം. അപ്പോൾ ഹാർഡ്ലി എനിക്കൊരു 3-4 മണിക്കൂറിനടുത്താണ് എനിക്ക് ഉറക്കം കിട്ടിയിരുന്നത്. ആ ടൈമിൽ ഞാനൊരു ഫീഡിംഗ് മദർ കൂടിയാണ്. അപ്പൊ ഞാനും ജിത്തുവേട്ടനാണെങ്കിലും 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ മാക്സിമം ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും ഒരു റിസൾട്ട് ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഫിസിക്കലി മെന്റലി നമ്മൾ എക്സോസ്റ്റഡ് എന്ന് പറയുന്ന വേർഡിന്റെ പീക്കിലെത്തി നിൽക്കുന്ന ഒരു സമയമുണ്ട്. അപ്പൊ നമുക്ക് ആകെ 2 ഓപ്ഷനാണ് ഉണ്ടാവുക. ഒന്നുകിൽ ഗിവ് അപ്പ് ചെയ്യുക, അല്ലെങ്കിൽ മുന്നോട്ട് പോവുക. അപ്പൊ നമ്മൾ എന്ത് ചൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും കേട്ടോ നമ്മുടെ പിന്നെ മുന്നോട്ടുള്ള ലൈഫ്. ഞാൻ ഗിവ് അപ്പ് ചെയ്യാൻ റെഡി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു സർവൈവൽ മോഡ് ആക്ടിവേറ്റ് ആയി. ഈ സർവൈവൽ മോഡ് ആക്ടിവേറ്റ് ആയാലുണ്ടല്ലോ പിന്നെ നമ്മൾ അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ താങ്ങാൻ ആളുള്ളവർക്ക് തളർച്ച ഉണ്ടാവും എന്നുള്ള പ്രയോഗത്തിന്റെ അർത്ഥം മനസ്സിലായത് എനിക്ക് അപ്പോഴാണ് കേട്ടോ. നമ്മുടെ ഫാമിലി, നമ്മുടെ കരിയർ, നമ്മുടെ കുട്ടികൾ, ഇത് നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. ഇതെല്ലാം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ശ്രമിക്കണം, അല്ലാതെ വേറെ ആരും ഇതിന് ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ ഭയങ്കര പ്രൗഡാണ് കേട്ടോ. കാരണം ഇപ്പൊ എന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും ഞാൻ ചിലപ്പോൾ ആദ്യം ഒന്ന് കരയുമായിരിക്കും, ഒന്ന് പതറുമായിരിക്കും. ഒരു വഴി അടഞ്ഞാൽ 10 വഴി കണ്ടെത്താനുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ഏതൊരു സിറ്റുവേഷനെയും ഹാൻഡിൽ ചെയ്യാനും അതുപോലെ തന്നെ ആ സിറ്റുവേഷനെ ഓവർകം ചെയ്യാനുമുള്ള ഒരു ഇന്നർ സ്ട്രെങ്ത് എനിക്കുണ്ട്. അതെനിക്ക് തന്നത് എൻ്റെ ആ പഴയ ഞാൻ തന്നെയാണ്.